ഷാസവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മളിന്ന് കുറച്ച് വെറൈറ്റി ഫ്ലവറിങ് പ്ലാന്റും കുറച്ച് ഇൻഡോർ പ്ലാന്റുകളും കൂടെ കൂടിയിട്ടാട്ടോ ഒന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുമ്പോൾ 2 തരം ജെറബറ പ്ലാന്റ് ആണ്. രണ്ടും നാടൻ വെറൈറ്റി തന്നെയാണ്. പക്ഷേ ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെയിലത്ത് വളർത്താൻ പറ്റിയ ജെറബറ പ്ലാന്റ് ആണ്. പിന്നെ അടുത്തത് നമുക്ക് ഇൻഡോർ ആയിട്ട് വളർത്താൻ പറ്റിയ ജെറബറ പ്ലാന്റ് ആണ്. പക്ഷേ രണ്ടും നാടൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് ഇതാണ് കേട്ടോ. ഈ വെയിലത്ത് വളർത്താൻ പറ്റിയ, അതായത് ഔട്ട്ഡോർ ജെറബറ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇതിൻ്റെ ഫ്ലവറിന് നല്ല വലിപ്പമുണ്ടാകും, തണ്ടുകൾക്ക് കുറച്ച് നീളം കൂടുതലായിരിക്കും. പക്ഷേ ഇതിൻ്റെ ലീവ്സൊക്കെ വളരെ ചെറുതായിരിക്കും. ലീവ്സ് കാണാൻ ഭംഗി ഉണ്ടാവില്ല, ഇതിൻ്റെ ഫ്ലവർ കാണാനായിരിക്കും ഭംഗി ഉണ്ടാവുക. പക്ഷേ ഇതിൻ്റെ വേരിൽ നിന്നും ഒരു കല്ല് ഉണ്ടാവും. ഇത് കണ്ടോ, ഇതുപോലെ ഒരു കല്ലുകൾ ഉണ്ടാവും. ആ കല്ലിൽ നിന്നും പുതിയ പുതിയ തൈകൾ നമുക്ക് ഉണ്ടായി കിട്ടും. അങ്ങനെ ഭയങ്കര നല്ല കൊടും വെയിലത്ത് വളർത്താൻ പറ്റിയ പ്ലാന്റാണ് ഔട്ട്ഡോർ ജെറബറ പ്ലാന്റ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ കളറ്. കട്ട ഓറഞ്ചാണ്, തീ കളറാണ് കേട്ടോ. നല്ല ഭംഗിയാണ്, ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണാൻ നല്ല ഭംഗിയാണ്. ലീവ്സ് നല്ല ഹെൽത്തി ആയ കരുത്തുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ കളർ ഇതാണ് കേട്ടോ. ഡാർക്ക് റെഡാണ്, മെറൂണിഷ് കളറിന് ഒരു റെഡാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ സ്റ്റെമ്പൊക്കെ ഇങ്ങനെ നല്ല നീളമായിട്ട് ഇത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ഈ വേരിൻ്റെ അടുത്ത് ഒരു കല്ല് പോലെ ഉണ്ടാകും. അതിൽ നിന്നാണ് വീണ്ടും തൈകൾ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കളറ്. ഡാർക്ക് മെറൂണിഷ് കളറിന് റെഡാണ്. അപ്പോൾ മൂന്നാമത്തെ കളർ ഇതാണ് കേട്ടോ. ബ്ലാക്കും റോസും കളർ കോമ്പിനേഷനാണ്. നല്ല ഭംഗിയുള്ള ഡാർക്ക് കളേഴ്സാണ് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത ഡാർക്ക് കളേഴ്സാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കളറ്. അടുത്ത കളർ ഒരു ഓറഞ്ചാണ് കേട്ടോ. ലൈറ്റ് ഓറഞ്ചാണ്. ഫ്ലവർ വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ. മൊട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഹെൽത്തി ആയ ചെടി തന്നെയാണ് ഇതും. അടുത്ത കളർ വൈറ്റാണ് കേട്ടോ. ഫ്ലവർ വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ. നല്ല പ്യുവർ വൈറ്റാണിത്. അടുത്ത കളർ ഒരു റോസാണ്. റോസ് കണ്ടോ, നല്ല ഹെൽത്തി ആയ ചെടിയാണ് എല്ലാം. ഇനിയിപ്പോൾ നമുക്ക് യെല്ലോ ഉണ്ട്, ഒരു ബേബി പിങ്ക് കളറൊക്കെ ഉണ്ട്. അങ്ങനെ 10 കളേഴ്സ് അവൈലബിൾ ആണ്. പക്ഷേ അതിലൊക്കെ ഇങ്ങനെ ഫ്ലവർ വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത ജെറബറ പ്ലാന്റ് ഇതാണ് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്താ അറിയോ? നമുക്ക് ഇൻഡോറായിട്ട് വളർത്താൻ പറ്റും. കുറച്ചൊരു ഇളം സൺലൈറ്റ് ഇതിന് വേണം. ഓവർ സൺലൈറ്റ് പാടില്ല, ഒരു ഇളം സൺലൈറ്റ് ഇതിന് അത്യാവശ്യമാണ് കേട്ടോ. പിന്നെ അതാണ് ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു 10 കളേഴ്സോളം ഇതിലും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കണ്ടോ, ഡാർക്ക് റെഡാണ് കേട്ടോ. നല്ല ഇതിങ്ങനെ ഇതൊക്കെ ആയിട്ടുള്ള നല്ല ഡാർക്ക് റെഡാണ്. അതിൻ്റെ സ്റ്റെമ്പിന് അധികം വലിപ്പം ഉണ്ടാവില്ല, പക്ഷേ ലീവ്സ് നല്ല ഫ്രഷ് ആയിട്ടുണ്ടാവും. ലീവ്സ് കാണാനും ഭയങ്കര ഭംഗിയാണ് കേട്ടോ അതിൻ്റെ. ഇപ്പോൾ ഒരു കളർ റെഡാണ്, കളർ വൈറ്റാണ് കേട്ടോ. വൈറ്റിന് നല്ല 2 ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. വൈറ്റ് നല്ല രീതിയിൽ വിരിഞ്ഞ് വരും. പിന്നെ അടുത്ത കളറ് യെല്ലോ ആണ് കേട്ടോ. ഒരു എന്താ പറയുക, ഒരു ജമന്തിയുടെ ഒക്കെ യെല്ലോ കളർ ഉണ്ടാവുമല്ലോ, അതുപോലത്തെ യെല്ലോ ആണ്. പിന്നെ നമുക്കിതിൽ വരുന്നത് റെഡും യെല്ലോയും കളർ കോമ്പിനേഷനാണ്. ഫ്ലവർ വിരിഞ്ഞ് വരുന്നുള്ളൂ കേട്ടോ. റെഡും യെല്ലോയും ആണ്. പിന്നെ അടുത്തത് നമുക്ക് ലൈറ്റ് ബേബി പിങ്ക് ആണ് കേട്ടോ. പിന്നെ അടുത്തത് നമുക്കൊരു ലൈറ്റ് റോസാണ് കേട്ടോ. ലൈറ്റ് റോസ് കണ്ടോ, അങ്ങനെ ഫ്ലവർ വിരിഞ്ഞ് വരുന്നുണ്ട്. അങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കളേഴ്സാണ്. ഇത് ഓറഞ്ചാണ് കേട്ടോ. അതിൻ്റെ ഫ്ലവർ പോയതാണ്, പക്ഷെ നല്ല ഹെൽത്തി ആയ ബുഷിയായ പ്ലാന്റ് ആണ് കേട്ടോ. ഓറഞ്ച് അങ്ങനെ ഒരു 10 കളേഴ്സോളം അപ്പോൾ നമുക്ക് ഇതും അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വെറും 4 കളറ് പെറ്റൂണിയ പ്ലാന്റ് ഉണ്ട് കേട്ടോ. പെറ്റൂണിയുടെ നല്ല ഹെൽത്തി ആയ അടിപൊളി കളേഴ്സാണ്. കുറച്ച് ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ കളറ് റോസാണ് കേട്ടോ. നല്ല റോസാണ്. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് യെല്ലോഷ് കളർ വരുന്നുണ്ട്. നല്ല റോസാണ് ഫസ്റ്റത്തെ കളറ്. രണ്ടാമത്തെ കളർ റോസും വൈറ്റും കളർ കോമ്പിനേഷനാണ് കേട്ടോ. ഡബിൾ കളേഴ്സാണ്. നിറയെ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പൊഴിഞ്ഞതാണ്. ഇനി ഇതാ മുട്ടുകൾ, നിറയെ മുട്ടുകൾ വരുന്നുണ്ട്. ഇതിലൊക്കെ നിറയെ ഫ്ലവേഴ്സ് വരും. ഭയങ്കര ഭംഗിയുള്ള കളറാണ് രണ്ടാമത്തത്. പിന്നെ മൂന്നാമത്തെ കളർ ഡാർക്ക് മെറൂണാണ് കേട്ടോ. ചുവപ്പ് എന്ന് പറയുമ്പോൾ ഒരു തീ കളർ പോലത്തെ ഒരു മെറൂണിഷ് കളർന്ന കളറാണ് മൂന്നാമത്തത്. നാലാമത്തെ കളർ എന്ന് പറയുമ്പോൾ വയലറ്റാണ് കേട്ടോ. ചില പ്ലാന്റിനകത്ത് ഡാർക്ക് വയലറ്റ്, ചില ഫ്ലവേഴ്സ് വൈറ്റും വയലറ്റും കളർ കോമ്പിനേഷനുള്ള പ്ലാന്റാണ്. ഈ 4 കളേഴ്സ് മാത്രമാണ് നമുക്കിപ്പോൾ പെറ്റൂണിയ പ്ലാന്റ് അവൈലബിൾ ആയിട്ടുള്ളൂ. നമ്മുടെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് അസേലിയ പ്ലാന്റ് ആണ് കേട്ടോ. അസേലിയയുടെ ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ. കണ്ടോ, ഇത്രയും വലിപ്പമുള്ള കണ്ടോ, സ്റ്റെമ്പൊക്കെ കട്ടിയായിട്ടുള്ള ഇത്രയും വലിപ്പമുള്ള ഹെൽത്തി ആയ പ്ലാന്റ് ആണ്. ഒരു 10-12 കളേഴ്സോളം നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ കുറച്ച് പ്ലാന്റ് മാത്രമാണ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി കാണിക്കുന്നത്. അതിൽ ആദ്യത്തെ കളർ എന്ന് പറയുന്നത് റെഡാണ് കേട്ടോ. നല്ല ഡാർക്ക് റെഡാണ്.
പിന്നെ അടുത്തത് നമുക്ക് നല്ല റോസാണ് കേട്ടോ, ഭയങ്കര ഭംഗി, ഡാർക്ക് മജന്ത കളറാണ്, ഡാർക്കായിട്ടുള്ള. പിന്നെ റെഡിൽ വേറെ ഒരു തരം റെഡ് ഉണ്ട്. പിന്നെ വൈറ്റാണ് കണ്ടോ, നല്ല ഇതളുകൾ കട്ടിയായിട്ടുള്ള വൈറ്റിലൊക്കെ ഇപ്പോൾ നിറയെ ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. പിന്നെ അടുത്തത് നമുക്ക് വരുന്നത് ഒരു പീച്ച് കളറാണ് കേട്ടോ, പീച്ച് കളറാണ്. പിന്നെ വൈറ്റും ഓറഞ്ചും കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റാണ് കേട്ടോ. ഈ അസേലിയ പ്ലാന്റിന് എങ്ങനെയാണെന്നറിയോ, ഇങ്ങനെ ഒരു പ്ലാന്റിനകത്ത് ഒരു ഫ്ലവേഴ്സ് മാത്രമല്ല കേട്ടോ ഉണ്ടാവുക, നിറയെ കൊലയായിട്ട്. ഇപ്പോൾ ഈ ഒരു സ്റ്റെമ്പ് ഉണ്ടല്ലോ, ഇതിൽ തന്നെ 4 ഫ്ലവേഴ്സ് ഉണ്ടാവും. അങ്ങനെ ഓരോ കുഞ്ഞു സ്റ്റെമ്പിനകത്തും നിറയെ ഫ്ലവേഴ്സ് ആയിരിക്കും. അങ്ങനെ സ്റ്റെമ്പ് കാണാതെ നിറയെ പൂക്കളിലുണ്ടാകുന്ന പ്ലാന്റാണ് കേട്ടോ അസേലിയ. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് റയർ കളേഴ്സ് ഉണ്ട്. ലൈറ്റ് ബേബി പിങ്ക് ഉണ്ട്, വൈറ്റും റെഡും കളർ കോമ്പിനേഷൻ വരുന്നുണ്ട്, വയലറ്റ് ഉണ്ട്, കുറേ കളേഴ്സ് ഉണ്ട്. എല്ലാം കൂടെ നമുക്കിപ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ടാണ്. ഒരു 10-12ഓളം കളേഴ്സ് ഇപ്പോൾ ഉണ്ട്. അതിൽ ഒരു 8-10 കളർ നമുക്കിപ്പോൾ ഫ്ലവർ വിരിഞ്ഞിട്ടുണ്ട്, ബാക്കി ഫ്ലവർ വിരിയാനിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത് നമുക്ക് ഹൈഡ്രാഞ്ചിയുടെ പ്ലാന്റ് ആണ് കേട്ടോ. ഹൈഡ്രാഞ്ചിയുടെ നല്ല ഹെൽത്തി ആയ പ്ലാന്റാണ് ഉള്ളത്. അപ്പോൾ 3 കളേഴ്സാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റത്തത് വൈറ്റാണ് കേട്ടോ, നല്ല വൈറ്റാണ്. പിന്നെ അടുത്തത് ബ്ലൂ ആണ്, നല്ല ബ്ലൂ ആണ്. പിന്നെ ഇതിലൊരു ഫ്ലവർ വിരിയാനിരിക്കുന്നത് ലൈറ്റ് പിങ്ക് ആണ്, നല്ലൊരു റോസ് തന്നെയാണ്. പിന്നെ 3 കളേഴ്സാണ് കേട്ടോ. കണ്ട നല്ല ഹെൽത്തി ആയ ചെടിയാണ്, സ്റ്റെമ്പൊക്കെ അത്യാവശ്യം കട്ടിയായിട്ടുള്ള പ്ലാന്റാണ്. പിന്നെ ചില ആളുകളൊക്കെ പറയാറുണ്ട് ഹൈഡ്രാഞ്ചിയ പ്ലാന്റിനകത്ത് ഫ്ലവർ വിരിയുന്നില്ല എന്ന്. അതിൻ്റെ കാരണം എന്താ പറയുക, നിങ്ങൾ നല്ല സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ തന്നെ വെക്കണം. ഫുൾ ടൈം അതിന് നല്ല സൺലൈറ്റ് കിട്ടണം. പിന്നെ കുറച്ച് വലുതായതിന് ശേഷം വേണം, അല്ല ഇപ്പോൾ ഞാൻ അയച്ചിരുന്നത് നിങ്ങൾ ഓടിക്കൊണ്ട് വെയിലത്ത് വെക്കരുത്. ആദ്യം ഒരു ഷെയ്ഡുള്ള ഏരിയയിൽ വെച്ച് ഒന്ന് പോട്ടിലേക്ക് പിടിച്ച് കുറച്ച് വലുതായതിന് ശേഷം വെയിലത്തേക്ക് ഇങ്ങനെ മാറ്റി വെക്കുക. അത് കുറച്ച് വെയിൽ തട്ടുന്ന ഏരിയയിലേക്ക് മാറ്റി വെച്ചിട്ട് പിന്നെ നല്ല വെയിലത്തേക്ക് വെക്കുക. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് മാസത്തിലൊരിക്കൽ ഒരു DAP-യോ NPK എന്തെങ്കിലുമൊക്കെ ഫെർട്ടിലൈസർ കൊടുത്താൽ മതി. നല്ല രീതിയിൽ ഫ്ലവേഴ്സ് വിരിയുന്നതാണ് ഈ ഹൈഡ്രാഞ്ചിയ പ്ലാന്റ്. ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്ലാന്റുകളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പ്ലാന്റ്സ് വേണ്ടവർ എന്നെ എത്രയും പെട്ടെന്നൊന്ന് കോൺടാക്റ്റ് ചെയ്യണം. എൻ്റെ വാട്സപ്പ് നമ്പറിലാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത്. എൻ്റെ നമ്പർ ഞാനിതാ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്നൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇനി ഉഷാറായിട്ട് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് വീണ്ടും ഞാൻ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ ദെൻ, ബൈ.